ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിൽ. അങ്ങനെ മഴയുള്ളൊരു ദിവസം നമ്മൾ എല്ലാവരും കൂടെ കോട്ടയത്തോട്ട് പോവുകയാണ്. കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട്. അങ്ങനെ എല്ലാവരും കൊണ്ട് നമ്മൾ ഫുൾ ടീമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ച് കുറച്ച് ലേറ്റായി പോയി. അപ്പം നമ്മൾ പോകുന്ന വഴി മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് നല്ല പഴയ 90s പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വൈബ് ചെയ്ത് പോവുകയാണ്. ഞാനും ഇസും കൂടെ ആ ഒരു വിൻഡോ സൈഡിൽ നിന്ന് കാഴ്ചകൾ കണ്ട് പോവുകയാണ്. കുറേ രസമുള്ള വ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ കോട്ടയം സൈഡിലോട്ടാണ് പോകുന്നത്. പുതുപ്പള്ളി പള്ളിയിൽ ആദ്യം പോകുന്ന വഴിക്ക് നമ്മൾ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി മീൽസൊക്കെ കിട്ടുന്ന ഒരു കടയിൽ കയറി. എപ്പോഴും ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ മീൽസാണ് കൂടുതലും കഴിക്കുന്നത്. കുറച്ചുകൂടെ കംഫർട്ടിങ് ഫുഡായിട്ട് അത് മാറിക്കഴിഞ്ഞു. മറ്റെന്തെങ്കിലും ട്രൈ ചെയ്യുന്നതിനേക്കാളും സേഫസ്റ്റ് ഓപ്ഷനാണ് എപ്പോഴും. അപ്പോൾ ഞാൻ നല്ല കക്ക റോസ്റ്റും ചോറും കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അങ്ങനെ പള്ളിയിൽ വന്ന് ഞങ്ങൾ കയറിയപ്പോൾ നല്ല മഴയായിരുന്നു. എൻ്റെ കൈ നനഞ്ഞിരിക്കുന്ന കാണുമ്പോൾ അറിയാം. ഞാൻ ഈ സാരി അത്യാവശ്യം നനഞ്ഞ്. നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരണമല്ലോ, നമ്മുടെ കുഞ്ഞുഞ്ഞിൻ്റെ പള്ളി. അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത യാത്ര പാലയിലുള്ള വള്ളിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അവിടെ പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്നുണ്ടെങ്കിൽ മോഹനൻ ചേട്ടൻ്റെ ഈ ഒരു കടയാണ്. ഇവിടുത്തെ പഴംപൊരിയും ബീഫും എത്രയോ കാലമായിട്ട് കേൾക്കുന്നു, ട്രൈ ചെയ്യണമെന്ന് കൊതിക്കുന്നു. അങ്ങനെ അറ്റ് ഫൈനൽ നമ്മളിന്നിവിടെ വരാൻ തീരുമാനിച്ചു. നമ്മളെത്തി. വൻ തിരക്കാണ്. ഏകദേശം ഒരു 10-25 മിനിറ്റോളം നമ്മൾ വെളിയിൽ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഉള്ളിലൊരു സീറ്റ് കിട്ടിയത്. ദ സ്റ്റാർ ഓഫ് ദ ഡേ എന്നൊക്കെ പറയുന്ന നമുക്ക് പഴംപൊരി, അവിടുത്തെ ഒരു പഴംപൊരി, ഒരു ക്രിസ്പി പഴംപൊരി. എനിക്ക് എന്താ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണ തരത്തില്ല. ഞാൻ എത്രത്തോളം പഴംപൊരി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാണോ ഇത്രയും ഇഷ്ടപ്പെട്ടതെന്നും അറിയത്തില്ല. ഒരുപാട് ഇഷ്ടമായി എനിക്ക് അവിടുത്തെ പഴംപൊരി ബീഫ്. ആ കോമ്പിനേഷനൊക്കെ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ വെറുതെ ആ പഴംപൊരി കഴിക്കണം. നല്ല ചൂടോടെ നമുക്ക് കിട്ടിയത്. എനിവേയ്സ് നമ്മളവിടെ ചെന്നത് ഓർത്ത് തന്നെയാണ്. ആരും ട്രൈ ചെയ്തിട്ടില്ല, ഡെഫിനറ്റ്ലി ആ വഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് കയറുക. നല്ല രസമുണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞ് നമ്മൾ കോട്ടയത്തുള്ള ഡെക്കാത്തലോണിലൊന്ന് കയറി. 1-2 സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. എനിക്ക് ഈ അടുത്തിടെയായിട്ട് ക്യാപ്സിനോടൊരു താല്പര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവിടെ കയറിയാലും ഇപ്പം ക്യാപ്പ് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ബില്ലിങ് കഴിഞ്ഞ് ഇറങ്ങി വെളിയിൽ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി. കാരണം ലോങ് ഡേ ജേണി ആയപ്പോൾ കുറച്ചൊന്ന് ക്ഷീണിച്ച പോലെ എനിക്ക് തോന്നി. മുഖം കഴിയപ്പോൾ ഒന്ന് ഓക്കെ ആയി. പിന്നെ നമ്മൾ തിരുവല്ല സൈഡിലെത്തിയപ്പോൾ തട്ടുകടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നൈറ്റ് നല്ല കുട്ടി ദോശ. ഇവർക്ക് കുറേ വെറൈറ്റീസ് ഓഫ് ചട്നി ഉണ്ടായിരുന്നു. മുളക് പൊടി, അങ്ങനെ കുറേ ചട്നി ഉണ്ടായിരുന്നു. നമ്മുടെ മായ ചിക്കനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു ലോങ് ഡേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അത്യാവശ്യം നല്ലതായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമാണ്. പഴംപൊരി ഈസ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്നാ പിന്നെ കാണാം.